ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രെഡ് പുഡിംഗ് ആണ്. നമുക്ക് ഓവനോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗ്. അപ്പോൾ ഈ പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 6-7 ബ്രെഡ് വേണം. അപ്പോൾ ഞാൻ ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 ബ്രെഡൊക്കെ മതിയാവും. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഈ ഒരു ബ്രൗൺ പോർഷൻ അത്രയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട്. ആ പാല് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ ഫ്ലേവറൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടെ സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു തേനിൻ്റെ കളറായിട്ട് കിട്ടും. ഈ ഒരു കളറാവുന്ന വരേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് എടുക്കാം. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുഡിംഗ് തയ്യാറാക്കാനുള്ള പാത്രം റെഡിയാക്കി വെച്ചിട്ട് വേണം ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. നമുക്ക് ഈ പാത്രത്തിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് പുറത്ത് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ടൊന്ന് വെക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ടിന്നൊന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 35 മുതൽ ഒരു 40 മിനിറ്റ് വരേക്കും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 40 മിനിറ്റോളം ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പുഡിംഗ് വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ചൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റും. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഒന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് സൈഡിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് തിന്നായിട്ടുള്ള രീതിക്കാണ് പുഡിംഗ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ ഓവൻ്റെയോ ആവശ്യമില്ല. ഇത് രണ്ടും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.